ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സ്ഥാനം പ്രാപിച്ച വ്യക്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സ്ഥാനം നേടിയെടുക്കാനുള്ളൊരു പ്രവർത്തനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വ അമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞ ആരുണ്ട്? മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും, മിമ്മൻ ദഅ ഇലല്ലാഹി വ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ വലിയ ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവർ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ ഉത്തരം പറയാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. രണ്ട്, സൽക്കർമ്മങ്ങൾ സ്വയം പ്രവർത്തിക്കുക. മൂന്ന്, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന് കീഴ്വണങ്ങി അവന് പൂർണ്ണമായും വിധേയരായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. സൂറത്ത് ഫുസ്സിലത്തിലെ ഈ വാചകങ്ങൾ അവതരിക്കുന്നത്, ഇതിനോട് തൊട്ട് മുമ്പും ഇതിന് ശേഷവുമുള്ള ഏതാനും വാചകങ്ങൾ അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആദ്യ സന്ദർഭങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹും ഇസ്ലാം സ്വീകരിക്കുന്ന ആ ഒരു ഘട്ടം, പ്രത്യേകിച്ച് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാനിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. ആ ഘട്ടത്തിൻ്റെ പ്രത്യേകത, ഇസ്ലാം ആളുകൾക്കിടയിൽ പ്രചാരം നേടി വരികയും അത് ജനപ്രീതി ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടം. പ്രത്യേകിച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇസ്ലാം സ്വീകരണം അന്നത്തെ സത്യവിശ്വാസികൾക്ക് നൽകിയ വലിയ ഒരു ശക്തിയുണ്ട്. അതൊരു പ്രചോദനമായിട്ട് ഭവിച്ചിട്ടുണ്ട്. എല്ലാവിധ എതിർപ്പുകളെയും ശത്രുതയെയും ഒക്കെ മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് വിശ്വാസികൾക്ക് തോന്നിയ ഒരു സന്ദർഭമാണ് അത്. ആ ഒരു ഘട്ടത്തിൽ അവർക്ക് വിശ്വാസികൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യനിഷേധികൾ അവർ മനസ്സിലാക്കി, ഈ പ്രസ്ഥാനം ഇങ്ങനെ വളരാൻ വിട്ടാൽ, ഇതിങ്ങനെ കൂടുതൽ ശക്തി പ്രാപിക്കാൻ വിട്ടാൽ അത് തങ്ങളുടെ മക്കയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഖുറൈശികൾ ഉൾപ്പെടെയുള്ള അന്നത്തെ മക്ക മുശ്രിക്കുകൾക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു മധ്യവർത്തിയെ, ഒരു സംഭാഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടൊരു ചർച്ചയ്ക്കായിട്ട് ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ഒരു ഖുറൈശി പ്രമുഖനെ അയക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. പ്രവാചകനെ അത്യധികം ആക്ഷേപിച്ചുകൊണ്ടാണ് അയാൾ സംസാരം ആരംഭിക്കുന്നത് തന്നെ. ആ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന, ഈ ഉത്ബത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്, പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിയണം, പകരമായിട്ട് അദ്ദേഹത്തിന് സമ്പത്ത്, അധികാരം, അതുപോലെ തന്നെ രാജപദവി, ഇഷ്ടമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അവകാശം, ഇതൊക്കെ നൽകാം എന്ന് പറഞ്ഞ് ധാരാളം ഭൗതികമായ പ്രലോഭന വർത്തമാനങ്ങൾ അയാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ഈ സൂറത്ത് ഫുസ്സിലത്തിൽ ആ സന്ദർഭത്തിൽ അവതരിച്ച ഈ ആയത്തുകൾ അയാളെ ഓതിക്കേൽപ്പിക്കുന്നുണ്ട്. അവസാനം ആ പരിശ്രമത്തിൽ പരാജയപ്പെട്ട അയാൾ പിന്തിരിഞ്ഞു പോവുകയും കൂടുതൽ ശക്തിയോടെ ഇസ്ലാമിനെ അവരെതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളുടെ ഒരു ലക്ഷ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. നിങ്ങൾ ഭൗതികമായി ഈ മാർഗത്തിൽ ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വരും. അത് ഒരു ഘട്ടത്തിൽ ശാരീരിക മർദ്ദനങ്ങളാകാം, മറ്റൊരു ഘട്ടത്തിൽ
നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് ഓഫറുകളാകാം, വാഗ്ദാനങ്ങളാകാം, മറ്റു ചില ഘട്ടത്തിൽ നിങ്ങളോടുള്ള അതിശക്തമായ യുദ്ധപ്രഖ്യാപനമാകാം, വളരെ ശക്തമായ എതിർപ്പാകാം, നിങ്ങളെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ഒരു സന്നാഹങ്ങളോട് കൂടിയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളാകാം. ഇങ്ങനെയൊക്കെ നിങ്ങളെ പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും നിങ്ങളെ ഭീതിയിലകപ്പെടുത്താനും നിങ്ങളെ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ ശത്രുക്കൾ പല രൂപത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. പക്ഷേ അവിടെയൊക്കെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്, അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൗത്യം അതാണ്. സർവോപരി ഏത് ഘട്ടത്തിലും എത്ര തന്നെ പ്രതികൂലമായ ഒരു സാഹചര്യമാണെങ്കിലും, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എത്ര തന്നെ എതിരാണെങ്കിൽ കൂടി ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, അള്ളാഹുവിന് അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുന്നവനാണ് എന്ന പ്രഖ്യാപനം നിങ്ങൾ നടത്തുമെങ്കിൽ അതാണ് ഈ ഭൂമിയിലും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലും നിങ്ങൾക്ക് ഔന്നത്യം പ്രാപിക്കാൻ, ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് വക നൽകുന്നത് അതാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഈ ആയത്തുകൾ അന്നത്തെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ അഭിമാനബോധം, അവർക്ക് അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ ഒരു ചൈതന്യം, അത് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വളരെ പരസ്യമായി തന്നെ ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കാനും ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അവർക്ക് പ്രചോദനമായി. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് ലോകമെങ്ങുമുള്ള സത്യവിശ്വാസികൾക്ക് പാഠമാകേണ്ടതുണ്ട്. അവർ അനുഭവിക്കുന്ന, അവർക്ക് ചുറ്റും ശത്രുക്കൾ ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വലുതായിരിക്കാം, അത് ശക്തമായിരിക്കാം. അവരുടെ കയ്യിൽ എല്ലാവിധ ആയുധങ്ങളും എല്ലാവിധ തന്ത്രങ്ങളും എല്ലാവിധ അധികാരവും പണവും സ്വാധീനവും എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ അവരുടെ അടുത്തായിരിക്കാം. പക്ഷേ നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് അതൊന്നും തടസ്സമാകേണ്ടതില്ല. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ജമഉ ലക്കും ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു എന്ന് പറയപ്പെട്ട ആളുകൾ, അവർ പറയുന്നത് ഫസാദഹും ഈമാൻ, അവർക്ക് പക്ഷേ അങ്ങനെയൊക്കെ പറയപ്പെട്ടപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. വലം യഖ്ശൗ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ ഭയപ്പെട്ടിട്ടില്ല, മറ്റാരെയും അവർ ഭയപ്പെട്ടിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലും നമുക്കും പറയാനുള്ളത്, നമുക്കും ചെയ്യാനുള്ളത് ഇത് തന്നെയാണ്. എല്ലാവിധ സംവിധാനങ്ങളുമായി ആളുകൾ നമുക്കെതിരെ സംഘടിക്കുന്നു, എല്ലാവിധ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മളെ അടിച്ചൊതുക്കാനും അടിച്ചമർത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിലേക്കുള്ള ക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയാൻ ആർക്കും സാധ്യമല്ലാത്തവണ്ണം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ഇസ്ലാം എന്ന് പറയുന്ന അതിമഹത്തായ ജീവിത സന്ദേശത്തെ, ജീവിതാദർശത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് അണുവളവ് വ്യതിചലിക്കാൻ, പുറകോട്ട് പോകാൻ നമ്മൾ ഒരിക്കലും മുതിരുകയില്ല എന്ന ഒരു സന്ദേശം നമുക്ക് ഈ ലോകത്തിന് കൈമാറാൻ സാധിക്കണം. തീർച്ചയായും ഇന്നത്തെ ലോകത്ത് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഏറ്റവും കഠോരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഗസയിലെ ഫലസ്തീനികൾ, അവർ ചെയ്യുന്നത് അതാണ്. അവരുടെ ഈമാൻ കണ്ടിട്ട് ശത്രുക്കൾ പോലും ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിക്കുമാർ അവരുടെ ഈമാനിൽ അവർ അത്ഭുതം കൂറുന്നു. ഇത് നമ്മളോട് പറയുന്നത്, നമ്മൾ ദീനിൽ അടിയുറച്ച് നിന്നാൽ മറ്റെല്ലാ ആയുധങ്ങളും അതിനു മുമ്പിൽ നിഷ്പ്രഭമായി പോകും. ഒരു പക്ഷേ നമ്മളെ കൊല്ലാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞേക്കാം, നമ്മളിൽ ചിലരെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചേക്കാം, നമ്മൾക്ക് ധാരാളം കഷ്ടനഷ്ടങ്ങൾ വരുത്താൻ സാധിച്ചേക്കാം. ബിൽഡിങ്ങുകൾ തകർക്കുക, റോഡുകൾ തകർക്കുക, നമ്മളെ മൃഗങ്ങൾക്ക് തുല്യമായി കാണുന്ന ഒരവസ്ഥയിൽ അവരതൊക്കെ ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ ഈമാനിൻ്റെ കണികയെ നശിപ്പിക്കാൻ, നിശേഷം നശിപ്പിക്കാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. ആ കണിക അതൊരു തീക്കനലായി നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നിടത്തോളം അതിൽ നിന്നുള്ള പ്രകാശം, അതിൻ്റെ പ്രഭ ലോകം മുഴുവൻ നമുക്ക് ചൊരിയാൻ സാധിക്കും. ആ പ്രഭ ഏറ്റ്
അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ തിളക്കമേൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ മാർഗത്തിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കും. അത് ഈ ദീനിൻ്റെ ഒരു ജനിതക സവിശേഷതയാണ്. ഈ ദീനിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം അതുതന്നെയാണ്, അതിൻ്റെ ഒരു പ്രസക്തിയും അതുതന്നെയാണ്. ഇതിനെ ഇല്ലാതാക്കാൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും, ബഹുദൈവാരാധകർ എത്ര തന്നെ ഗൂഢാലോചനകൾ നടത്തിയാലും ഇതിനെ അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ആ ഒരു ബോധത്തോടു കൂടി നമ്മുടേതായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏതൊക്കെ പ്രതികൂലമായ സംഗതികളുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും, അത്യധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നമുക്കെന്താണോ സാധിക്കുന്നത് ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ ദഅവത്ത് എന്ന് പറയുന്ന, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്ന ആ കർത്തവ്യം, അതിന് ആരൊക്കെ എതിർത്താലും, ഏതൊക്കെ മതപരിവർത്തന നിയമം കൊണ്ടുവന്നാലും, മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷകൾ നടപ്പാക്കിയാലും, അതിനെ വിലക്കിയാലും, നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിൽ ആളുകളുമായി മുഖാമുഖം സംസാരിക്കുന്നതിനോ ആളുകളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോ നമുക്കൊരു തടസ്സവും ഉണ്ടാകേണ്ടതില്ല. അങ്ങനത്തെ ഒരു തടസ്സത്തിനും പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയും നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനും ഈ ദീനിൻ്റെ സന്ദേശം എത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്ന അതിമഹത്തരമായ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അതിന് നമുക്ക് ഒരു ഒഴിവ് കഴിവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊക്കെ പ്രതിസന്ധികളിലും ഈ ദീനിൻ്റെ മാർഗത്തെ മുറുകെ പിടിക്കുവാനും അതിനെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള പരിശ്രമങ്ങളിൽ നിരന്തരം സദാ നമ്മൾ വ്യാപൃതരാകേണ്ടതുണ്ട്. അതാണ് ഈ ലോകത്ത് ചെയ്യാവുന്ന നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം, നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വാക്ക് അതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഈ ആയത്തുകളിലൂടെ ഉത്ബോധിപ്പിക്കുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ ദീനിൽ അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് അവൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന, നല്ല വർത്തമാനങ്ങൾ പറയുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.